ഹായ് ഗായ്സ്, ഇപ്പോഴത്തെ ടീമിന്റെ അവസ്ഥ നോക്കുമ്പോൾ ഒരുപാട് ആരാധകർക്ക് വലിയ നിരാശയാണ്. കാരണം കഴിഞ്ഞ 4 മത്സരങ്ങളിലും തുടർച്ചയായ തോൽവികൾ. ഒരു കാലത്ത് എതിരാളികളെ ഭയപ്പെടുത്തുന്ന ടീമായിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് FC ഇപ്പോൾ ഏതു ടീമിനും 3 പോയിന്റ് ദാനം ചെയ്യുന്ന ദാനശീലൻ. അടുത്ത മത്സരം ഈസ്റ്റ് ബംഗാളിനെതിരെയാണ്. പക്ഷേ മത്സരത്തിനു മുൻപ് ആരാധകരുടെ മനസ്സിലുള്ള വലിയ ചോദ്യം, ഈ ടീം ഇങ്ങനെ തന്നെയാണോ കളിക്കാൻ പോകുന്നത് എന്നാണ്. ഇപ്പോഴത്തെ പ്രധാന പ്രശ്നങ്ങളിലൊന്നാണ് പെർഫെക്റ്റ് പ്ലേയിങ് 11 പോലും കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥ. കോച്ച് ഓരോ മത്സരത്തിലും ലൈനപ്പ് മാറിക്കൊണ്ടേയിരിക്കുന്നു. ഒരു മത്സരം കളിച്ച ടീം അടുത്ത മത്സരത്തിൽ തന്നെ പൂർണ്ണമായി മാറുന്നു. ഫുട്ബോളിൽ സ്ഥിരത വളരെ പ്രധാനമാണ്, പക്ഷേ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൽ ആ സ്ഥിരത കാണാനില്ല. മറ്റൊരു വലിയ പ്രശ്നമാണ് സ്ട്രൈക്കേഴ്സ് ഗോൾ നേടുന്നില്ല. കഴിഞ്ഞ 4 മത്സരങ്ങളിൽ ടീം നേടിയത് വെറും ഒരു ഗോൾ മാത്രം. അതൊരു ടീമിന് നൽകുന്നത് ഡേഞ്ചറസ് സിഗ്നൽ ആണ്. ഫിനിഷിംഗ് അതീവ ദുർബലമാണ്. ഇതോടൊപ്പം ആരാധകർ ഉയർത്തുന്ന മറ്റൊരു വിമർശനം വിദേശ താരങ്ങളെ ശരിയായി ഉപയോഗിക്കുന്നില്ല. മത്സരത്തിൽ മാറ്റം കൊണ്ടുവരാൻ കഴിയുന്ന താരങ്ങൾ ബെഞ്ചിലിരിക്കുമ്പോൾ കോച്ച് ഇപ്പോഴും ഫോമില്ലാത്ത ചില ഇന്ത്യൻ കളിക്കാരിൽ വിശ്വാസം വെച്ചിരിക്കുകയാണ്. ഇത് ആരാധകർക്ക് കൂടുതൽ നിരാശയുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഗായ്സ്, ഇതാണ് ഈസ്റ്റ് ബംഗാളിന്റെ ഫോർമേഷൻ ആൻഡ് പ്ലേയിങ് 11. കീ ബാറ്റേഴ്സ് ഒന്നുമില്ല. എങ്ങനെയെങ്കിലും ജയിക്കണം, അത് മാത്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് FC ഈസ്റ്റ് ബംഗാൾ FCക്കെതിരെ തിരിച്ചുവരുമോ, അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മോശം ഫോം മറ്റൊരു തോൽവി കൂടി കൂട്ടിച്ചേർക്കുമോ? ഈ മത്സരം ടീമിനും കോച്ചിനും വലിയ പരീക്ഷണമാണ്. ആരാധകർ ഒരു കാര്യം മാത്രമാണ് ആഗ്രഹിക്കുന്നത്: ടീം പോരാടി ജയിക്കാൻ ശ്രമിക്കണം. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ജയിക്കുമോ? കൊമെന്റ് ചെയ്യൂ.